അതെന്തായിരുന്നു? അത് അവിടെ വെച്ച് വണ്ടി ഒന്ന് കേടായി, ഫോണിന്റെ നെറ്റ്വർക്കും പോയി, അങ്ങനെ കുറെ തടസ്സങ്ങൾ. ഓ, എന്തു പറ്റി ശ്രീലാമയ്ക്ക്? മോനോട് ഭയങ്കര സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതെന്താ വർഷം നീ അങ്ങനെ പറഞ്ഞത്? എനിക്കിവനോട് സ്നേഹവും വാത്സല്യവും തീരെ ഇല്ലെന്നാണോ? ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കാണുമ്പോ കുറ്റം പറയാറുണ്ട് എന്ന് കരുതി ഇവനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ആ ദേവൂട്ടിയുടെ കാര്യത്തില് ഞാൻ കുറച്ച് നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവന്റെ നല്ലതിന് വേണ്ടിയല്ലേ. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് ഇവരുടെ കല്യാണം ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ നടത്തിയ പിന്നെ എനിക്കെന്താ പ്രശ്നം? ശ്രീകലാമ നന്നായി പതപ്പിക്കുന്നുണ്ടല്ലോ. എന്തോ ഉടായ്പ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ആയത്. മേഡം മേഡം മേഡം, ഔട്ട് ഹൗസിൽ ദേവൂട്ടി മോൾക്ക് ഏതോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഗസ്റ്റോ? അതെ മേഡം, 2 മിനിറ്റ് മുമ്പേ ആരോ അങ്ങോട്ട് കേറി പോകുന്നത് കണ്ടു. ദേവൂട്ടി വന്ന് കഥ കടക്കുന്നതും കണ്ടു. ഇനിയിപ്പോ മൂകാംബികയിൽ നിന്ന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് അവള് ഇവനോടോ അമ്മയോടോ പറയേണ്ടതല്ലേ? അതറിയില്ല മേഡം, ഒരു ചെറുപ്പക്കാരനാ വന്നത്. അതും ഈ രാത്രി സമയത്ത് വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഒന്നും ഉണ്ടാവില്ല ശ്രീകലെ, ഇതൊക്കെ ഇവള് വെറുതെ നുണ പറയുന്നതാ. അയ്യോ അല്ല മേഡം, നല്ല പൊക്കും ഒത്ത വണ്ണമൊക്കെ ഉള്ള ഒരാള് അങ്ങോട്ട് കേറി പോകുന്നത് ഞാൻ കണ്ടതാ. ഐ ആം ദ പ്രോമിസ്. ഈ രാത്രിയിൽ അങ്ങനെ ഒരു ഗസ്റ്റ് വരാൻ സാധ്യതയില്ലല്ലോ. സന്ദീപ്, എങ്കിൽ ഇത് ആരാവും? ആരായാലും അതൊന്നും അറിയണമല്ലോ. സന്ദീപ്, നീ ഒന്ന് വന്നേ, നമുക്ക് പോയി നോക്കാം. എടാ വാ. കേട്ടോ വർഷമോളെ, വന്നവന്റെ ഒരു സെറ്റപ്പും ഗെറ്റപ്പും ദേവൂട്ടിയുടെ മുഖത്തെ പരിഭ്രമം വെച്ച് നോക്കുമ്പോഴേ എന്തോ ഒരു ചുറ്റിക്കളി പോലെയാ എനിക്ക് തോന്നിയത്. ഇനി മൂകാംബികയിൽ നിന്ന് ഏതെങ്കിലും എക്സ് ലവേഴ്സിനെ വിളിച്ചു കയറ്റിയതാണെങ്കിലോ? നാവെടുക്കടി. പറഞ്ഞ് എന്തും പറയാമെന്നായോ? ശ്രീകലയുടെ മുമ്പിൽ കൈമണി കൊട്ടി അവളെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ എനിക്കറിയാം. ഇനി ആ കുട്ടിയെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. അയ്യോ മേഡം, ഞാൻ എന്റെ ഒരു ഡൗട്ട് പറഞ്ഞേ ഉള്ളൂ. മൈ ഗോഡ്, സുധാകരനെ കൊണ്ട് എല്ലാം വിചാരിച്ചതുപോലെ അങ്ങ് മിന്നിച്ചേക്കണേ. സംഗതി സക്സസ് ആയ എനിക്കും കൂടി അല്പം ചില്ലറ തട. അയ്യോ, അകത്ത് ലൈറ്റ് ഉണ്ട്. അപ്പൊ വന്നവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ആരും ദേവൂട്ടി കാണാൻ വരാനില്ല. ഇനി കിഷൻ എങ്ങാനും വന്നാണെങ്കിലോ? കൃഷി ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ഒരാൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ സന്ദീപ് സാറേ. ആ വാതിൽ അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് അവളെ ഇങ്ങോട്ട് പുറത്തോട്ട് വലിച്ചിറക്ക് സന്ദീപ് സാറേ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ എന്ത് ധൈര്യത്തിലാ ദേവൂട്ടി ഇങ്ങനെ ഒരു അഹമ്മതി കാണിച്ചെന്ന് നമുക്കൊക്കെ അറിയണമല്ലോ. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. ദേവൂട്ടി കുറിച്ചാണോ ഈ അനാവശ്യമൊക്കെ പറയുന്നത്? സാറേ, സാർ എന്ത് പറഞ്ഞാലും ഈ കുടുംബത്തോട് കൂറുള്ളവളാ ഞാൻ. കണ്ണി കാണാത്ത ഒന്നും ഞാൻ പറയാറില്ല. ഇതിനകത്ത് ഒരുത്തൻ ഉണ്ടെന്നുള്ളത് നേരാ.
എന്തൊക്കെ പറഞ്ഞാലുവേ ദേവൂട്ടി അത്തരക്കാരി അല്ല ശകുന്തളെ. അവള് ദൈവഭയം ഉള്ളവളാ.